ഇന്നത്തെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ചൈന ഡോൾ പ്ലാന്റ് നടുന്ന രീതിയും സെക്കൻഡ് പാർട്ടിൽ ചൈന ഡോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആഡംസ് ഹോം ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച ചൈന ഡോൾ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നല്ല പാക്കിംഗ് ആയിരുന്നു. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കിട്ടിയത്. ഒരു പ്ലാന്റിന് 85 റുപ്പീസ് വെച്ചിട്ട് 2 പ്ലാന്റ് വാങ്ങി. കൂടാതെ കൊറിയർ ചാർജസ് 85 റുപ്പീസാണ് പേ ചെയ്തത്. ഇനി നമുക്കിത് നടാനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ഈ 2 പ്ലാന്റ് നടാനുള്ള പോട്ടിംഗ് മിക്സാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് മണ്ണ് കട്ടയൊക്കെ ഉടച്ച് കുറച്ച് വെള്ളവും തളിച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കുക. ചെടി നടുന്നതിന് ഒരു 2 ആഴ്ചയെങ്കിലും മുമ്പ് ഈ മണ്ണിൽ നമ്മൾ കുറച്ച് കുമ്മായം ചേർത്ത് ഇളക്കി വെക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ കുമ്മായം ചേർത്ത് ഇളക്കി വെച്ചിരുന്ന മണ്ണാണ്. ചെടിക്ക് കാൽസ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത്. കാൽസ്യം, സിങ്ക്, കോപ്പർ പോലെയുള്ള എലിമെൻറ്റ്സ് വലിച്ചെടുക്കാനായിട്ട് ചെടിയെ സഹായിക്കുന്നു. അങ്ങനെ ചെടിയുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. ആദ്യം നമുക്ക് മണ്ണിലേക്ക് ഉണക്കച്ചാണകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 2 ചെടിച്ചട്ടിയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 പാത്രം ചാണകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലൊരു 3/4 പാത്രം കൊക്കോപീറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പെർലൈറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ബക്കറ്റ് പെർലൈറ്റാണ് 2 ചട്ടിക്കും കൂടി യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നീം പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 പിടി നീം പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നീം പൗഡറിൽ ധാരാളമായിട്ട് നൈട്രജനും മറ്റുള്ള മാക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ചെടി നടാൻ സമയമുണ്ടെങ്കിൽ ഈ മിക്സ് 1-2 ദിവസം ഒന്ന് വെച്ചേക്കുന്നത് നല്ലതാണ്. ഇനി ചെടി നട്ടു കൊടുക്കുക. ഇത് ഇൻഡോറിലേക്കുള്ള ചെടിയാണ്. അത് കാരണം ഫൈബറിൻ്റെ 2 പോട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ആദ്യം കുറച്ച് വൈക്കോലോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ കരിയില എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചട്ടിയിൽ നിറച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള സോയിൽ നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചൈന ഡോൾ പ്ലാന്റ് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. ചെടി നട്ടിട്ട് കൈകൊണ്ട് ചുവടൊന്ന് ഉറപ്പിച്ച് കൊടുക്കണേ. ഇപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്കുള്ള 2 ഇൻഡോർ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഡോൾ പ്ലാന്റിന് വരുന്ന കുറച്ച് പ്രോബ്ലംസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലമാണ് ഇല പൊഴിയൽ. മിക്കവാറും ഇല പൊഴിയലിന് കാരണം ഓവർ വാട്ടറിങ് ആണ്. അതിന് ചെയ്യേണ്ടത് ചെടിച്ചട്ടിക്ക് നല്ല ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമതായി ചെടിയുടെ മുകളിലത്തെ സോയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഡൈയിങ് ചൈന ഡോൾ പ്ലാന്റ് എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ വാട്ടറിങ് കുറയ്ക്കുക എന്നതാണ്. ടോപ്പ് സോയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം വാട്ടർ ചെയ്യുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, അതിൽ പുതിയ ഗ്രോത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പുതിയ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളം ചേർത്ത് കൊടുക്കാവൂ. നിങ്ങളുടെ പ്ലാന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.